അടുത്തതായി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരു അമ്മയാണ്. അവര് ഗുരുവായൂർക്ക് വരുമ്പോൾ നിർമാല്യം ദർശിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള ക്യൂ സംവിധാനം എത്ര മണിക്കാണ് തുടങ്ങുന്നതെന്നും അതുപോലെ തന്നെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നിർമാല്യം ദർശിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സാധാരണയായിട്ട് ക്യൂ സംവിധാനം തുടങ്ങുന്നതിന് അങ്ങനെ പ്രത്യേക സമയക്രമങ്ങളൊന്നുമില്ല. തെക്കേ ഭാഗത്ത്, അമ്പലത്തിന്റെ തെക്കേ ഭാഗത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന്റെ സൈഡിലായിട്ടാണ് ക്യൂ തുടങ്ങുന്നത്. സാധാരണ തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഒരു 7 മണി 7:30 ക്യൂ നിൽക്കാറുണ്ട്. തലേദിവസം 7 മണി 7:30 വൈകിട്ട് ക്യൂ നിന്ന് തുടങ്ങാറുണ്ട്. തിരക്കിനനുസരിച്ചാണ് ആ സമയം മാറുന്നത്. അത് നിന്ന് കഴിഞ്ഞാൽ തൊഴാൻ പറ്റുമോ, തൊഴാൻ സാധിക്കുമോ എന്നുള്ളത് ഗുരുവായൂരപ്പൻ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും തൊഴാൻ സാധിക്കും. അതുപോലെ ദർശനത്തിനുള്ള ക്യൂ എന്ന് പറയുന്നത് 3 സെക്ഷനായിട്ടാണ് നിൽക്കുന്നത്. പുറത്ത് ഗോപുരവാതിലിൻ്റെ അടുത്ത ഇടത് ഭാഗത്തായിട്ട് ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്തവരാണ് ക്യൂ നിൽക്കുക. അതിൻ്റെ പിറകിലായിട്ട് 1000 രൂപയുടെ ഷീട്ടാക്കിയവരുണ്ടായിരിക്കും. റൈറ്റ് സൈഡിൽ വലതു ഭാഗത്തായിട്ടാണ് ജനറൽ ക്യൂ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ഷേത്രം തുറന്നു കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ നിർമാല്യ ദർശനം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിർമാല്യം തൊഴാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിച്ച് നിന്നോളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും നിർമാല്യം തൊഴാൻ സാധിക്കട്ടെ.